ബോസ്കോംബ് താഴ്വരയിലെ രഹസ്യം ഭാഗം 3. നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് പറയാനാണ് ഞാൻ ഇവിടെ വന്നതും. ജെയിംസ് അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് വേണം താങ്കൾ ജോലി ആരംഭിക്കാൻ. അക്കാര്യത്തിൽ സംശയിക്കരുത്. ചെറുപ്പം മുതൽക്കേ ഞങ്ങൾ പരസ്പരം അറിയും. മറ്റാർക്കും അറിയാവുന്നതിനേക്കാൾ നന്നായി അയാളെ എനിക്കറിയാം. ഒരു പാറ്റയെ പോലും വേദനിപ്പിക്കാൻ കഴിയാത്തത്ര ലോലഹൃദയനാണ് അയാൾ. അദ്ദേഹത്തെ ശരിക്കറിയാവുന്ന ആർക്കും ഈ കുറ്റം ചുമത്തൽ പരമ അബദ്ധമാണെന്നറിയാം. മിസ് ടർണർ, നമുക്കയാളെ സ്വതന്ത്രനാക്കാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊള്ളൂ, ഷെർലക് ഹോംസ് പറഞ്ഞു. പക്ഷേ നിങ്ങൾ തെളിവുകൾ വായിച്ചില്ലേ? തീരുമാനത്തിലെത്തിയില്ലേ? എന്തെങ്കിലും പഴുത് നിങ്ങൾ കാണുന്നുണ്ടോ? സത്യത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതിന് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഹോംസ് പറഞ്ഞു. അപ്പോൾ മിസ് ടർണർ പറഞ്ഞു, പക്ഷേ നിങ്ങൾ തെളിവുകൾ വായിച്ചില്ലേ? തീരുമാനത്തിലെത്തിയില്ലേ? എന്തെങ്കിലും പഴുത് നിങ്ങൾ കാണുന്നുണ്ടോ? സത്യത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ ഷെർലക് ഹോംസ് പറഞ്ഞു, അതിന് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദാ വെല്ലുവിളി എന്നവണ്ണം തലചെരിച്ച് ലെസ്ട്രേഡിന് നേരെ നോക്കി അവൾ അലറി. നിങ്ങൾ കേട്ടോ? ഇദ്ദേഹം എനിക്ക് ആശ തരുന്നു. ലെസ്ട്രേഡ് തോൾ കുലുക്കി. എൻ്റെ സുഹൃത്ത് അല്പം ധൃതിയിലാണ് നിഗമനത്തിൽ എത്തിയതെന്ന് തോന്നുന്നു, അയാൾ പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. എനിക്കറിയാം അത് ശരിയാണെന്ന്. ജെയിംസ് ഒരിക്കലും അത് ചെയ്തിട്ടില്ല. പിന്നെ പിതാവുമായി അയാൾ വഴക്കടിച്ചതിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയാഞ്ഞതിൻ്റെ കാരണം അത് എന്നെ ബാധിക്കുന്നത് കൊണ്ടാണെന്നും എനിക്കറിയാം, മിസ് ടർണർ പറഞ്ഞു. അതെങ്ങനെ? ഹോംസ് ചോദിച്ചു. ഒന്നും മറച്ചു വയ്ക്കാനുള്ള സമയമല്ല ഇത്. ജെയിംസിനും അയാളുടെ പിതാവിനും എന്നെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. മിസ്റ്റർ മക്കാർത്തിക്ക് ഞങ്ങൾ ഉടനെ വിവാഹിതരാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ജെയിംസും ഞാനും സഹോദരീ സഹോദരന്മാരെ പോലെയാണ് സ്നേഹിച്ചിരുന്നത്. അദ്ദേഹം ചെറുപ്പമാണ്, ജീവിതം എന്താണെന്നറിഞ്ഞിട്ടില്ല. എങ്കിലും അങ്ങനെയൊന്നും ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ അവർ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. ഇതും അങ്ങനെ തന്നെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ബന്ധത്തിന് നിങ്ങളുടെ അച്ഛൻ അനുകൂലമായിരുന്നോ? ഹോംസ് ചോദിച്ചു. അല്ല, അദ്ദേഹം അതിനെതിരായിരുന്നു. മിസ്റ്റർ മക്കാർത്തി അല്ലാതെ മറ്റാരും അത് ആഗ്രഹിച്ചിരുന്നില്ല. തുളച്ചു കയറുന്ന ചോദ്യഭാവത്തിലുള്ള ഹോംസിന്റെ നോട്ടം കണ്ട് അവളുടെ തുടുത്ത മുഖത്ത് ഒരു ലജ്ജ പരന്നു. ഈ വിവരങ്ങൾ തന്നതിന് നന്ദി. നാളെ ഞാൻ വന്നാൽ നിങ്ങളുടെ അച്ഛനെ കാണാൻ ഒക്കുമോ? അദ്ദേഹം ചോദിച്ചു. ഡോക്ടർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, അവൾ മറുപടി പറഞ്ഞു. ഡോക്ടറോ? വർഷങ്ങളായി അച്ഛൻ രോഗബാധിതനായിരുന്നു. എന്നാൽ മക്കാർത്തിയുടെ മരണം അദ്ദേഹത്തെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു. കട്ടിലിൽ വീണ അദ്ദേഹത്തിൻ്റെ ഞരമ്പുകളാകെ തകർന്നിരിക്കുകയാണ്. ഡോക്ടർ വില്യംസ് പറയുന്നത് വിക്ടോറിയയിൽ പണ്ട് മുതൽക്കേ അച്ഛനെ അറിയുന്നതിൽ മിസ്റ്റർ മക്കാർത്തി മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. വിക്ടോറിയയിലോ? അത് പ്രധാനമാണ്. അതെ, ആ ഖനികളിൽ. ശരി, സ്വർണ്ണ ഖനികളിൽ. അവിടെ നിന്നുമാണ് മിസ്റ്റർ ടർണർ ധനം സമ്പാദിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, തീർച്ചയായും, അവൾ മറുപടി പറഞ്ഞു. വളരെ നന്ദി മിസ് ടർണർ, നിങ്ങൾ എനിക്ക് സാരവത്തായ സഹായം നൽകി. നാളെ വല്ല വിവരവുമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. ജെയിംസിനെ കാണാൻ തീർച്ചയായും നിങ്ങൾ ജയിലിൽ പോകണം. മിസ്റ്റർ ഹോംസ്, അങ്ങനെ നിങ്ങൾ പോകുകയാണെങ്കിൽ അയാൾ നിരപരാധിയാണെന്ന് എനിക്കറിയാമെന്ന് തീർച്ചയായും അയാളോട് പറയണം, അവൾ പറഞ്ഞു. തീർച്ചയായും പറയാം മിസ് ടർണർ. എന്നാൽ ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകുന്നു. അച്ഛന് അസുഖം കൂടുതലാണ്. ഞാനില്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷമമാവും. നിങ്ങളുടെ ഉദ്യമത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗുഡ് ബൈ. കയറി വന്നതുപോലെ ധൃതിയിൽ അവൾ മുറിവിട്ടു. വഴിയിലൂടെ വണ്ടിച്ചക്രങ്ങൾ ഉരുളുന്ന ശബ്ദവും ഞാൻ കേട്ടു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വളരെ ഗാംഭീര്യത്തോടെ ലെസ്ട്രേഡ് പറഞ്ഞു. ഞാൻ ലജ്ജിക്കുന്നു. ഹോംസ്, നിരാശപ്പെടാൻ ഇടയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ആശയുണർത്തിയത്? ഞാൻ അതിമൃദുല ചിത്തനല്ല. എങ്കിലും ഇത് ക്രൂരതയാണെന്നേ ഞാൻ പറയൂ.
ജെയിംസ് മക്കാർത്തിയെ സ്വതന്ത്രനാക്കാനുള്ള എൻ്റെ വഴി എനിക്ക് കണ്ടുപിടിക്കാനാവുമെന്ന് ഞാൻ കരുതുന്നു. അയാളെ ജയിലിൽ പോയി കാണുവാനുള്ള അനുവാദം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഹോംസ് ചോദിച്ചു. ഉവ്, എന്നാൽ എനിക്കും നിങ്ങൾക്കും മാത്രമേ ഉള്ളൂ, ലെസ്ട്രേഡ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പുറത്തു പോകുന്നതിനെക്കുറിച്ച് എൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണം. ഹെർഫോർഡിലേക്ക് പോകാൻ തീവണ്ടിക്കിനിയും സമയമുണ്ടല്ലോ. ഈ രാത്രി തന്നെ നമുക്ക് അയാളെ കാണണം. ധാരാളം സമയമുണ്ട്, ലെസ്ട്രേഡ് പറഞ്ഞു. എങ്കിൽ നമുക്കങ്ങനെ ചെയ്യണം വാട്സൺ. നിങ്ങൾക്ക് സമയം പോകില്ലെന്ന് തോന്നാം, എങ്കിലും ഞാൻ 2 മണിക്കൂറിനകം മടങ്ങിയെത്താം. ഞാനും അവരോടൊപ്പം സ്റ്റേഷൻ വരെ നടന്നു. പിന്നെ ആ ചെറിയ പട്ടണത്തിലെ വീഥികളിലൂടെ അലഞ്ഞു നടന്നു. ഒടുവിൽ ഹോട്ടലിലേക്ക് മടങ്ങി. സോഫായിൽ കിടന്ന് ഒരു മഞ്ഞ കവറുള്ള നോവലിൽ മുഴുകാൻ ശ്രമിച്ചു. ഞങ്ങൾ ഏർപ്പെട്ടിരുന്ന കേസിലെ നിഗൂഢ രഹസ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ നോവലിലെ കഥാതന്തു വളരെ നിസാരമായിരുന്നു. തന്നെയല്ല, നോവലിൽ നിന്നും എൻ്റെ ശ്രദ്ധ വസ്തുതകളിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടിരുന്നതിനാൽ ഒടുവിൽ ഞാൻ ആ നോവൽ മുറിയുടെ ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അന്നത്തെ മുഴുവൻ സംഭവങ്ങളും അവലോകനം ചെയ്യാൻ തുടങ്ങി. ഈ ചെറുപ്പക്കാരൻ്റെ കഥ മുഴുവൻ സത്യമാണെന്ന് തന്നെ വയ്ക്കുക. അങ്ങനെയെങ്കിൽ പിതാവിൻ്റെ അടുത്ത് നിന്നും പോയ ശേഷം അദ്ദേഹം കരയുന്ന ശബ്ദം കേട്ട് താഴ്വരയിലേക്ക് മടങ്ങിയെത്തുന്നതിനകം എന്ത് നാരകീയവും പ്രവചനാതീതവും അസാധാരണവുമായ അത്യാഹിതമായിരിക്കാം നടന്നത്. അതേതായാലും ഭീകരവും മാരകവുമായിരുന്നു. അതെന്തായിരുന്നിരിക്കാം? മുറിവിൻ്റെ സ്വഭാവത്തിൽ നിന്നും വൈദ്യവിഷയകമായ എൻ്റെ ജന്മവാസന എന്തെങ്കിലും വെളിവാക്കുന്നില്ലേ? ഞാൻ മണിയടിച്ചു. അന്വേഷണത്തിൻ്റെ വിശദ വിവരമുണ്ടായിരുന്ന പ്രാദേശിക പത്രം കൊണ്ടുവരാൻ പറഞ്ഞു. തലയോട്ടിയുടെ പുറകിൽ ഇടതുവശത്തെ 3ാമത്തെ പാർശ്വാസ്ഥിയും കപാല പൃഷ്ഠാസ്ഥിയും മൂർച്ചയില്ലാത്ത ആയുധം കൊണ്ടുള്ള അടിമൂലം ചിതറിപ്പോയിട്ടുണ്ടെന്നാണ് ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ തലയിൽ ഞാൻ ആ ഭാഗം തൊട്ടു നോക്കി. പിന്നിൽ നിന്ന് തന്നെയായിരിക്കണം അങ്ങനെ ഒരടി കിട്ടിയതെന്ന് തീർച്ചയാണ്. ശണ്ട കൂടിക്കൊണ്ടിരുന്നപ്പോൾ പിതാവും പുത്രനും മുഖാമുഖം നോക്കിയാണ് നിന്നിരുന്നത്. അതിനാൽ ഒരു പരിധിവരെ അത് കുറ്റവാളിക്ക് അനുകൂലമായിരുന്നു. എന്നാൽ അടി വീഴുന്നതിന് മുമ്പ് തന്നെ വൃദ്ധൻ തിരിഞ്ഞിരിക്കാമെന്നതിനാൽ അതുകൊണ്ട് അധികം ഗുണമുണ്ടായെന്നും വരില്ല. പിന്നെ മരിച്ചയാൾ എലിയെക്കുറിച്ച് നടത്തിയ പരാമർശമാണ്. അതെന്തായിരിക്കാം? തീർച്ചയായും ഉന്മാദത്താൽ പറഞ്ഞതാവില്ല അത്. കാരണം പെട്ടെന്നുള്ള അടിമൂലം മരിക്കാൻ പോകുന്ന ഒരുവൻ ഉന്മാദചിത്തനാവില്ല. തനിക്ക് ഈ വിധി എങ്ങനെ വന്നുവെന്ന് വിശദീകരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നിരിക്കണം അത്. എങ്കിലും അതെന്തിനെയാവും സൂചിപ്പിക്കുന്നത്? ന്യായമായ ഒരു വിശദീകരണത്തിനായി ഞാൻ തലപുകഞ്ഞാലോചിച്ചു. ഇനി മക്കാർത്തി പയ്യൻ കണ്ട ആ ചാരനിറമുള്ള തുണിയുടെ കഥയാണ്. അത് സത്യമാണെന്ന് വരികിൽ ഓട്ടത്തിനിടയിൽ കൊലപാതകി തൻ്റെ വസ്ത്രങ്ങളിൽ ഒന്ന് മിക്കവാറും അയാളുടെ ഓവർകോട്ട് അവിടെ ഇട്ടിട്ട് പോയിരിക്കാം. ഏതാണ്ട് 100 അടി അകലെയായി മകൻ പുറംതിരിഞ്ഞിരുന്ന സമയം മടങ്ങി വന്ന് പെട്ടെന്ന് അതെടുക്കാനുള്ള സൗകര്യവും ലഭിച്ചിരിക്കാം. എല്ലാം എത്ര കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളാണ്. ലെസ്ട്രേഡ് പറഞ്ഞ അഭിപ്രായം കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിയില്ല. എങ്കിലും ഷെർലക് ഹോംസിൻ്റെ അനുഭവജ്ഞാനത്തിൽ എനിക്ക് വളരെ വിശ്വാസമുണ്ടായിരുന്നു. അതിനാൽ മക്കാർത്തി പയ്യൻ നിരപരാധിയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢവിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ ഓരോ പുതിയ വസ്തുതയ്ക്കും കഴിയുമെന്ന് ഞാൻ ആശിച്ചു. ഷെർലക് ഹോംസ് മടങ്ങിയെത്തിയപ്പോൾ രാത്രി ഏറെയായി. ലെസ്ട്രേഡ് പട്ടണത്തിലെ ഒരു ഹോട്ടലിൽ തങ്ങിയതിനാൽ അദ്ദേഹം തനിയെയാണ് വന്നത്. ഗ്ലാസ് ഇപ്പോഴും വളരെ ഉയരത്തിലാണ്. ഇരുന്നപ്പോൾ അദ്ദേഹം അഭിപ്രായപ്പെട്ടു, ആ സ്ഥലത്തേക്ക് നാം പോകുന്നതിന് മുമ്പ് മഴ പെയ്യരുതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം അതുപോലെ ഒരു നല്ല ജോലി ചെയ്യാൻ ഒരു മനുഷ്യൻ സൂക്ഷ്മതയും ഉണർവും ഉള്ള സമയമേ തിരഞ്ഞെടുക്കാവൂ. യാതനാപൂർണമായ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മക്കാർത്തി പയ്യനെ കണ്ടു. അവനിൽ നിന്നെന്തറിഞ്ഞു? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഒന്നുമില്ല. ഒരു വിവരവും കിട്ടിയില്ലേ? ഒന്നും തന്നെ ഇല്ല. ആരാണത് ചെയ്തതെന്ന് അവനറിയാമെന്ന് പോലും ഒരു സമയം ഞാൻ ചിന്തിച്ചു പോയി. അയാളോ അവളോ മറയ്ക്കുകയാണെന്നും എന്നാൽ മറ്റെല്ലാവരെയും പോലെ അയാളും കുഴങ്ങിയിരിക്കുകയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കണ്ടാൽ തരക്കേടില്ലെങ്കിലും വളരെ ബുദ്ധിയുള്ളവനാണ് അയാളെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഹൃദയശുദ്ധിയുള്ളവനാണെന്ന് തോന്നുന്നു.
ഈ മിസ് ടർണറെ പോലെ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയെ വിവാഹം ചെയ്യാൻ വിസമ്മതിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അയാളുടെ അഭിരുചിയെ എനിക്ക് അനുമോദിക്കാൻ വയ്യ. അവിടെയാണ് ഒരു ദയനീയ കഥയുള്ളത്. ഈ പയ്യൻ ഭ്രാന്തമായി അവളെ സ്നേഹിക്കുന്നു. ഈ പെൺകുട്ടി 5 കൊല്ലം ദൂരെ ഒരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു. അവളെ ശരിക്കറിയുന്നതിന് ഒരു 2 കൊല്ലം മുമ്പ് വെറും ബാലനായിരിക്കെ ബ്രിസ്റ്റലിലെ ഒരു മദ്യശാലയിലെ പരിചാരികയുടെ പിടിയിലായ ഈ വിഡ്ഢിക്ക് അവളെ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിക്കുകയല്ലാതെ എന്തു ചെയ്യാനാവും? ആർക്കും ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. തികച്ചും അസാധ്യമായതെന്ന് ഞാൻ കരുതുന്ന ഒരു കാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ ശകാരിക്കപ്പെടുമ്പോൾ അയാൾ എത്ര ഭ്രാന്തനാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇങ്ങനെ ഒരു ഭ്രാന്തിനാലാണ് മിസ് ടർണറുടെ പേര് പറഞ്ഞപ്പോൾ അയാൾ പിതാവിന് നേരെ കൈ ഉയർത്താൻ കാരണം. നേരെ മറിച്ച് സത്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാത്ത അയാളെ സർവ്വവിധവും ക്രൂരനായ ആ പിതാവ് വലിച്ചെറിഞ്ഞേനെ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ മദ്യശാലയിലെ ആ പരിചാരികയോടൊത്താണ് അയാൾ ബ്രിസ്റ്റളിൽ കഴിഞ്ഞത്. ഇത് പ്രാധാന്യമുള്ളതാണ്. എന്തായിരുന്നാലും തിന്മയിൽ നിന്നും ഒരു നന്മയുണ്ടായിട്ടുണ്ട്. അയാൾ ആകെ കുഴപ്പത്തിലാണെന്നും തൂക്കിക്കൊല്ലപ്പെടാൻ തന്നെ ഇടയുണ്ടെന്നും പത്രങ്ങളിൽ നിന്നും അറിഞ്ഞ അവൾ അവനെ നിശേഷം തഴഞ്ഞുകളഞ്ഞു. അവനുമായി അവൾക്കൊരു ബന്ധവുമില്ലെന്നും ബർമുഡ ഡോക്യാർഡിൽ അവൾക്ക് ഒരു ഭർത്താവുണ്ടെന്ന് പറയണമെന്നും അവൾ അയാൾക്ക് എഴുതിയിട്ടുണ്ട്. ഈ ചെറിയ വാർത്ത താൻ അനുഭവിച്ചതിനെല്ലാം അല്പമെങ്കിലും ആശ്വാസം പകർന്നിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അവൻ നിരപരാധിയാണെങ്കിൽ പിന്നെ ആരാണിത് ചെയ്തത്? ഞാൻ ചോദിച്ചു. ആരാണെന്നോ? ഞാൻ നിങ്ങളുടെ ശ്രദ്ധ പ്രധാനമായും 2 കാര്യങ്ങളിലേക്ക് ആകർഷിക്കട്ടെ. ഒന്ന്, കൊല ചെയ്യപ്പെട്ട ആൾ തടാകക്കരയിൽ ആരുമായോ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. ആ മനുഷ്യൻ തീർച്ചയായും സ്വന്തം മകനാവില്ലല്ലോ. കാരണം ദൂരെ എവിടെയോ ആയിരുന്ന അവൻ എപ്പോൾ വരുമെന്നും അയാൾ അറിഞ്ഞിരുന്നില്ല. രണ്ടാമത്തേത്, മകൻ മടങ്ങിയെത്തി എന്നറിയാത്ത അയാൾ കൂയി എന്ന് കൂവി എന്നാണ്. മർമ്മപ്രധാനമായ ഈ 2 കാര്യങ്ങളിലാണ് ഈ കേസ് നിലനിൽക്കുന്നത്. ഇനി നമുക്ക് ജോർജ് മെറിഡിത്തിനെ കുറിച്ച് സംസാരിക്കാം. നിസാര കാര്യങ്ങൾ നാളത്തേക്ക് വിട്ടുകളയാം. ഹോംസ് പ്രവചിച്ചതുപോലെ മഴയുണ്ടായില്ല. മഴക്കാറില്ലാതെ പ്രകാശപൂർണമായ പ്രഭാതം പൊട്ടിവിടർന്നു. 9 മണിക്ക് വണ്ടിയുമായി ലെസ്ട്രേഡ് എത്തി. ഹാദർലി ഫാമിലേക്കും ബോസ്കോംബ് താഴ്വരയിലേക്കും ഞങ്ങൾ പുറപ്പെട്ടു. രാവിലെ ഒരു പ്രധാന വാർത്തയുണ്ട്, ലെസ്ട്രേഡ് പറഞ്ഞു. ഹാളിലെ മിസ്റ്റർ ടർണർക്ക് അസുഖം വളരെ കൂടുതലാണെന്നും ജീവൻ തന്നെ അപകടത്തിലാണെന്നും പറയുന്നു. പ്രായമുള്ളയാളാണോ? ഹോംസ് ചോദിച്ചു. ഏതാണ്ട് 60ഓടടുത്ത്. പക്ഷേ വിദേശത്തെ താമസം അയാളെ ആകെ തകർത്തു കളഞ്ഞു. കുറേ നാളായി ആരോഗ്യം ക്ഷയിച്ചു വരികയായിരുന്നു. ഇക്കാര്യം അയാളെ ആകെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ടർണർ മക്കാർത്തിയുടെ ഒരു പഴയ സ്നേഹിതനെന്ന് തന്നെയല്ല, അയാളെ വളരെ സഹായിച്ചിട്ടുള്ള ആളുമാണ്. ഹാദർലി ഫാം വാടകയൊന്നുമില്ലാതെയാണ് അദ്ദേഹം അയാൾക്ക് കൊടുത്തതെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെയോ? അത് കൊള്ളാമല്ലോ, ഹോംസ് പറഞ്ഞു. അതെ, മറ്റ് 100 തരത്തിൽ അദ്ദേഹം അയാളെ സഹായിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലുള്ള എല്ലാവരും അയാളുടെ ദയയെക്കുറിച്ച് പറയുന്നുണ്ട്. വാസ്തവമോ? ടർണറോട് ഇത്രയധികം കടപ്പാടുള്ള, സ്വന്തമായി വളരെയൊന്നുമില്ലാത്ത ഈ മക്കാർത്തി ഉറപ്പായും എസ്റ്റേറ്റിൻ്റെ അനന്തരാവകാശിയായിരിക്കുന്ന ടർണറുടെ മകളെ തൻ്റെ മകന് വേണ്ടി വിവാഹം ആലോചിച്ചാൽ മതി, ബാക്കിയെല്ലാം പിന്നാലെ സ്വാഭാവികമായി നടന്നുകൊള്ളുമെന്ന് കരുതുന്നതും അല്പം വിചിത്രമായിരിക്കുന്നു. ടർണർക്ക് തന്നെ ഇതിൽ വെറുപ്പുണ്ടായിരുന്നു എന്നതാണ് ഏറെ വിചിത്രമായി തോന്നുന്നത്. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ഗൗരവത്തോടെ ഹോംസ് തുടർന്നു. വസ്തുതകൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് വിഷമം തോന്നും. എന്തായാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അല്പം ചുറുചുറുക്കോടെ ലെസ്ട്രേഡ് പറഞ്ഞു. അതെന്താ? അതായത് അച്ഛൻ മക്കാർത്തിയുടെ മരണം സംഭവിച്ചത് മകൻ മക്കാർത്തി കാരണമാണ്. അതിനെതിരായുള്ള എല്ലാ ഊഹങ്ങളും വെറും നിലാവ് മാത്രമാണ്. നിലാവ് മൂടൽമഞ്ഞിനേക്കാൾ പ്രകാശമേറിയതാണല്ലോ, ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. ഇടതുവശത്ത് കാണുന്നത് ഹാദർലി ഫാം ആണെന്ന് ഞാൻ ധരിച്ചുപോയി. അതെ, അത് തന്നെ, ലെസ്ട്രേഡ് പറഞ്ഞു. അത് വിശാലമായ സൗകര്യം തോന്നിക്കുന്ന കെട്ടിടമായിരുന്നു.
2 നിലയുള്ള സ്ലേറ്റ് കല്ല് മേഞ്ഞതും ഭിത്തി മുഴുവൻ കൽപ്പായൽ പറ്റിപ്പിടിച്ചതിനാൽ നരച്ചതും അടഞ്ഞ കവാടങ്ങളും പുകയില്ലാത്ത ചിമ്മിനികളുമായി ആകെ കൂടി പീഡിത പ്രതീതിയുള്ളവായിരുന്നു. ഈ ഭീകര സംഭവത്തിൻ്റെ ഭാരം അപ്പോഴും അതിലുണ്ടെന്ന് തോന്നി. ഞങ്ങൾ വാതിൽക്കൽ മുട്ടി. ഹോംസിൻ്റെ അപേക്ഷ പ്രകാരം വേലക്കാരി മരണസമയം അവളുടെ യജമാനൻ ധരിച്ചിരുന്ന ബൂട്ടുകൾ ഞങ്ങളെ കാണിച്ചു. അപ്പോൾ ധരിച്ചിരുന്നതല്ലെങ്കിലും മകൻ്റെയും ഒരു ജോഡി ഷൂസുകൾ അവൾ കാട്ടിത്തന്നു. 7 8 വ്യത്യസ്ത നിലയിൽ നിന്ന് ശ്രദ്ധാപൂർവം ഇതെല്ലാം അളന്ന ശേഷം ഹോംസ് മുറ്റത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു. അവിടെ നിന്നും ഒരു വളഞ്ഞ പാതയിലൂടെ ഞങ്ങൾ ബോസ്കോംബ് താഴ്വരയിലേക്ക് പോയി. ചിന്തയ്ക്ക് ചൂട് പിടിച്ചാൽ പിന്നെ ഷെർലക് ഹോംസ് ആകെ മാറിപ്പോകും. ബേക്കർ സ്ട്രീറ്റിലെ ശാന്തനായ താർക്കികനും ചിന്തകനും മാത്രമായി അറിഞ്ഞിരുന്നവർക്ക് ഇപ്പോഴത്തെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്നു വരില്ല. അദ്ദേഹത്തിൻ്റെ മുഖം വിളറി ഇരുണ്ടു. നെറ്റിയിൽ 2 കറുത്ത വരകൾ വീണു. കണ്ണുകളിൽ നല്ല തിളക്കം വന്നു. മൂക്ക് വിടർന്നു. തോളുകൾ വളഞ്ഞു. നീണ്ട കരുത്തുള്ള കഴുത്തിലെ ഞരമ്പുകൾ ചാട്ടവാറ് പോലെ എഴുന്നു നിന്നു. ചുണ്ടുകൾ കടിച്ച് തൻ്റെ മുന്നിലുള്ള വസ്തുവിൽ പൂർണ്ണമായും ശ്രദ്ധ പതിപ്പിച്ച അദ്ദേഹത്തിൻ്റെ മൂക്ക് ക്രമാതീതമായി വികസിച്ചു. അതിനാൽ ഒരു ചോദ്യമോ അഭിപ്രായമോ അദ്ദേഹത്തിൻ്റെ ചെവികളിൽ പതിക്കാതായി. അതല്ലെങ്കിൽ അങ്ങേയറ്റം പ്രകോപിക്കപ്പെടുമ്പോൾ അക്ഷമയോടെ ഒരു മൂളൽ മാത്രമായി മറുപടി. പുൽപ്പരപ്പിനിടയിലെ ബോസ്കോംബ് തടാകത്തിലേക്ക് നയിക്കുന്ന പാതയിലൂടെ അദ്ദേഹം വേഗം നിശബ്ദനായി നടന്നു. ആ പ്രദേശമാകെ നനവുള്ള ചതുപ്പ് നിലമായിരുന്നു. അവിടെ പാതയിലും പുൽപ്പരപ്പിലും പതിഞ്ഞ അനേകം കാൽപ്പാടുകൾ ഇരുവശത്തേക്കും കയറിപ്പോയതായി കാണാനുണ്ടായിരുന്നു. ചിലപ്പോൾ ഹോംസ് ധൃതിയിൽ നടക്കും, ചിലപ്പോൾ പതുക്കെ നിൽക്കും. ഒരു പ്രാവശ്യം ആ പുൽപ്പരപ്പിലേക്ക് തികച്ചും വളഞ്ഞ ഒരു വഴി ഉപയോഗിച്ച് തന്നെ വന്നു. ലെസ്ട്രേഡും ഞാനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു. ലെസ്ട്രേഡിന് പുച്ഛവും ഉദാസീനതയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ഒരു പ്രത്യേക ലക്ഷ്യത്തിനായാണെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നതിനാൽ താൽപ്പര്യത്തോടെ ഞാൻ പിന്തുടർന്നു.